പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഞാനങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മാതൃപ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, പീഡകൾ അനുഭവിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. മറ്റുള്ളവർ നിങ്ങളെ ദേഷിക്കുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതൊന്നും ഭാഗ്യങ്ങളല്ല. ഇതെല്ലാം പലപ്പോഴും മനുഷ്യൻ പറയുന്നത് ദുരിതങ്ങളെന്ന്, അല്ലെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ അനുഭവിക്കുന്ന ഭാഗ്യക്കേടുകൾ എന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവ് ഇതിനെ പറയുന്നത് ഇത് ഭാഗ്യമെന്നാണ്. കാരണം അവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുക, ദൈവിക ദർശനം ലഭിക്കുക. തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അവർക്കാണ്. ഇതാ കർത്താവിൻ്റെ തിരുമുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സത്യമാണ്, ദൈവം നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദരിദ്രരുമായി പങ്കുവയ്ക്കുവാനുള്ളതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. അനാവശ്യമായി മറ്റുള്ളവർ വഞ്ചിച്ച് എടുത്ത സമ്പത്താണെങ്കിൽ അത് നമുക്ക് തക്ക സമയത്ത് ഉപകരിക്കുകയില്ലെന്ന് കൂടി കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ദുരിതമായിട്ട് മാറുന്നത്. നിനക്കുള്ളത് നിനക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല എന്നുള്ള ബോധ്യമുണ്ടാകും. മറ്റുള്ളവരിൽ നിന്ന് കൂടി വഞ്ചിച്ചെടുത്ത് നിനക്ക് സ്വരുക്കൂട്ടാനല്ല ദൈവം നിന്നെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കൂടിയാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും യെരമ്യാസ് പ്രവാചകൻ പറഞ്ഞതുപോലെ, താനിടാത്ത മുട്ടയ്ക്കടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെപ്പോലെയാണ് അനാവശ്യമായ സ്വത്ത് സമ്പാദിക്കുന്നവൻ, അവനത് തക്ക സമയത്ത് ഉപകരിക്കുന്നില്ല. നമ്മുടെയൊക്കെ സ്ഥിതി അതാണ്. ഹഗായി പ്രവാചകൻ പറയുന്നുണ്ട്, നീ സമ്പാദിച്ചതൊക്കെ ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. സമ്പാദിച്ച് കൂട്ടിവെക്കുന്നു, മരണസമയത്തൊരു വെള്ളം പോലും ഇറങ്ങാതെ മരിക്കുന്ന അവസ്ഥ. ഈശോയെ, ഇന്ന് ഞങ്ങളെ ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ പലപ്പോഴും ഭാഗ്യം കെട്ടവരായി മാറുന്നത് ഈ ലോകത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സമ്പന്നരാകുവാൻ ശ്രമിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ സമ്പന്നരാകുവാനും അങ്ങ് നൽകിയതൊക്കെ പങ്കുവയ്ക്കുവാനും അങ്ങയുടെ ദാനങ്ങളാണെന്ന് തിരിച്ചറിയുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിനം ദാനമായി നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നതെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവേശ്വരൻ നിങ്ങൾക്കുള്ളതെല്ലാം ആശ്രയിച്ച് അനുഗ്രഹിക്കുകയും പങ്കുവയ്ക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.